IPL രാജസ്ഥാൻ ഒരു മികച്ച പ്രകടനം നടത്തിയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഗുജറാത്തിനെതിരെയുള്ള മത്സരത്തിലൊരു വമ്പൻ വിജയം സ്വന്തമാക്കി വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന 14-കാരൻ്റെ ഒരു ബാറ്റിംഗ് തകർപ്പൻ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമൊക്കെ നമ്മൾ കണ്ട്. ഇനി മുംബൈക്കെതിരെയാണ് മത്സരം വരുന്നത്. നമുക്കറിയാം മുംബൈ രാജസ്ഥാൻ ഇതുവരെയുള്ള ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടീമുകളും ഒരു സമാസമം നിൽക്കുന്ന ഒരു ബലാബലം നിൽക്കുന്ന ഒരു ടീമുകളാണെന്ന് പറയേണ്ടി വരും. കാരണം രാജസ്ഥാൻ 14 മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മുംബൈ 15 മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അവസാനം കളിച്ച 2 മത്സരങ്ങളും രാജസ്ഥാനാണ് വിജയിച്ചത്. പക്ഷേ ഈ സീസണിൽ ആദ്യമായിട്ട് ഈ ടീമുകൾ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ തോന്നുന്നു ഈ മത്സരത്തെക്കുറിച്ച്? ഇപ്പം സൈഫ് പറഞ്ഞാൽ തന്നെ രാജസ്ഥാൻ ഇപ്പം ജയിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ, കഴിഞ്ഞ ദിവസത്തെ ഗുജറാത്തിനെ തോൽപ്പിച്ചത് അതുകൊണ്ട് മാത്രം ഒരു ആവേശം കൂടിയ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ സീസണിലും നമുക്കറിയാം രാജസ്ഥാനും മുംബൈ മത്സരിക്കുമ്പോൾ മുംബൈക്ക് ഒരു മാനസികാധിപത്യം നമ്മൾ ആരാധകർ കൊടുക്കാറുണ്ട്. കാരണം മുംബൈയുടെ ആരാധകരുടെ ബലവും പിന്നെ താരങ്ങളെ ബാഹുല്യമൊക്കെ കൊണ്ട് അങ്ങനെ വരും. പക്ഷേ കളത്തിലെ കളിയിൽ വരുമ്പോൾ രണ്ട് ടീമും തുല്യശക്തരാണ്. രാജസ്ഥാൻ റോയൽസ് എക്കാലത്തും മുംബൈക്കുള്ള ഒരു കടുത്ത എതിരാളി തന്നെയാണ്. അപ്പം ഇപ്പം പിന്നെ തോറ്റ് നിൽക്കുക വരുന്നൊരു അവസ്ഥയായിരുന്നു. അവിടെ നിന്ന് വൈഭവ് സൂര്യവംശി എന്നൊരു അത്ഭുത ബാലൻ്റെ വൈഭവം കൊണ്ട് പിന്നെ ഒരു വലിയ തിരിച്ചറിവിലേക്ക് രാജസ്ഥാൻ എത്തിയിട്ടുണ്ട്. അത് പ്ലേ ഓഫിലേക്ക് തിരിച്ചറിവൊന്നും പറയുന്നില്ല, പക്ഷേ സീസൺ ഒരു പുതു ജീവൻ നൽകിയിട്ടുണ്ട്. മുംബൈയുടെ കാര്യം നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ആദ്യം തോറ്റു തുടങ്ങിയിട്ട് വീണ്ടും വിജയത്തിലെത്തി ഇപ്പം പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. അപ്പോൾ മുംബൈയും രാജസ്ഥാനും ഏറ്റുവിട്ടുമ്പം രാജസ്ഥാനിന് എല്ലാ മത്സരങ്ങളും വലിയ മാർജിൻ ജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫിലേക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടി പറ്റൂ. മുംബൈക്ക് അങ്ങനെയല്ല. മുംബൈക്ക് പക്ഷേ മത്സരം ജയിക്കേണ്ടതുണ്ട്. ജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫിലേക്കുള്ള പിന്നെ സ്പോട്ടുകൾക്ക് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി മുംബൈക്കും പറ്റുമെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പം ആ രീതിയിൽ ഒരു ആവേശം കൂടുന്ന മത്സരമാണ്. അതിൽ പിന്നെ സഞ്ജു പരിക്കുപറ്റി പുറത്താണെന്നുള്ളത് ഒരു പിന്നെ ഇതൊക്കെ വാർത്തയുണ്ട്, നമുക്കറിയാം. അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുവാണ്. പക്ഷേ മറുവശത്ത് വൈഭവ് പിന്നെ നമ്മുടെ വിഘ്നേഷ് പുത്തൂർ രാജസ്ഥാനത്തിൽ കളിക്കുന്ന ഒരു മലയാള കളി നമുക്ക് നാളെയും കാണാൻ വേണ്ടി പറ്റിയേക്കും. അപ്പം അതിൻ്റെ ഒരു ഘടകമുണ്ട്. അപ്പം മുംബൈയുടെ ഈ വൈഭവിൻ്റെ പ്രകടനം നയിക്കുന്ന നാളെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്ത് തന്നെ ആയാലും ഒരു 14-കാരൻ്റെ പ്രകടനത്തിന് വേണ്ടി വീണ്ടും പിന്നെ രോഹിത് ശർമ്മയും പിന്നെ സൂര്യകുമാർ യാദവൊക്കെ നല്ല പ്രകടനത്തെ പുകഴ്ത്തിയിട്ട് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവരെല്ലാവരും കാണാൻ വേണ്ടി വേണം ഇനി ബൂമറയൊക്കെ എങ്ങനെയാണ് നേരിടുക എന്നാണ് കണ്ടറിയേണ്ടത്. തീർച്ചയായും നമ്മളിപ്പോൾ ഇതിന് മുമ്പ് നടന്ന മത്സരത്തിൽ നമ്മൾ വൈഭവ് സൂര്യവംശിയുടെ ഒരു ബാറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഭുവനേശ്വർ കുമാറിനെതിരെ ഈ പറഞ്ഞ പോലെ അത് ഒന്നും നോക്കാതെ അടിക്കുക എന്ന് പറയുന്നൊരു ഇതുണ്ട്. അത് ഫിയർലെസ് ക്രിക്കറ്റാണ് അദ്ദേഹം കളിക്കുന്നത്, സൂര്യവംശി കളിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് അത് കൃത്യമായിട്ട് ഗുജറാത്തിനെതിരെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് എന്താ പറയുക, ഒരു സെഞ്ചുറി അടിക്കുന്ന സമയത്ത് പോലും ഒരു 6 അടിച്ചിട്ട് അത് റാഷിദ് ഖാനെ പോലുള്ള ഒരു ബൗളറിനെ 6 അടിച്ചിട്ട് 100 തേക്കുന്നതൊക്കെ നമ്മൾ വളരെ ആവേശകം. അപ്പോൾ മാത്രമല്ല നമുക്ക് ബുംറയുടെ കാര്യമൊക്കെ നമുക്ക് അറിയാം. കാരണം ബുംറയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എടുത്ത് എല്ലാവരും പറയുന്ന ഒരു സാധനമാണ് ബുംറനെ മുറിവേൽപ്പിക്കരുത് എന്നുള്ളത്. അടുത്ത് കഴിഞ്ഞ കളി നമ്മൾ കണ്ടതാണ്, ഒരു താരത്തിൻ്റെ പിന്നെ ഒരു ഫുൾ ടോസ് എറിഞ്ഞിട്ട് പോലും ബുംറ ശ്രദ്ധിക്കാതെ പോലും പോയത്. അപ്പോൾ അത്രയും ഈ പറഞ്ഞ പോലെ ഒരു അതെ അതെ ഒരു പേടിയില്ലാതെ കളിക്കുന്ന താരമാണ് സൂര്യവംശി എങ്കിൽ പോലും അത്യാവശ്യം പേടിക്കേണ്ട ഒരു താരമാണ് ബുംറ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ബോളിംഗ് പ്രകടനം കൊണ്ട് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ആ എങ്ങനത്തെ ബോൾ ചെയ്ത് നമ്മൾ എറിയാൻ കഴിയുന്ന അത്രയും മനോഹരമായിട്ട് ബോൾ എറിയാൻ കഴിയുന്ന ഒരു താരം. ട്രെന്റ് ബോൾട്ടിന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഏത് T20 ക്രിക്കറ്റിലെ ഒരു മികച്ച ബോളർമാരുടെ കൂട്ടത്തിൽ എടുത്തു കഴിഞ്ഞാൽ ട്രെന്റ് ബോൾട്ടിന്റെ പേര് എന്തായാലും അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. IPL ഇപ്പോഴത്തെ ഏറ്റവും മികച്ച ബോളർമാരിലൊക്കെ ഒരാളായിട്ട് ട്രെന്റ് ബോൾട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബോളിംഗ് നിരക്കെതിരെ രാജസ്ഥാൻ്റെ ബാറ്റിംഗ് നിര ഇപ്പോൾ സഞ്ജുവിൻ്റെ ഒരു അഭാവം. സഞ്ജു അടുത്ത മത്സരം കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് രാജസ്ഥാൻ അടുത്തടുത്ത് മത്സരങ്ങൾ വരുന്നത്. അത് നേരത്തെ തന്നെ ദ്രാവിഡ് സൂചിപ്പിച്ചിരുന്നു, അടുത്തടുത്ത് മത്സരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ 4-ാം തീയതി ഒരു മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ, കൊൽക്കത്തക്കെതിരെ മത്സരം കഴിഞ്ഞാൽ പിന്നീട് ഒരു ബ്രേക്ക് വരുന്നുണ്ട്. ഈ ബ്രേക്കിൻ്റെ ഇടയിൽ എങ്ങാനും സഞ്ജുവിന് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളത് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ രാജസ്ഥാൻ നോക്കുന്നത്. അതോ ഇനി ഈ സീസണിൽ കളിക്കില്ല എന്ന രീതിയിലുള്ള പല റിപ്പോർട്ടുകളും റൂമറുകൾ വരുന്നുണ്ട്. റൂമറുകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇതുവരെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് സഞ്ജു ഇനി കളിക്കില്ല എന്നോ അല്ലെങ്കിൽ അടുത്ത മത്സരത്തിൽ തിരിച്ചെത്തുമോ എന്ന തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ സഞ്ജുവായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയണം. കഴിഞ്ഞ മത്സരത്തിന് ശേഷം സഞ്ജു ഒരുപാട് പരിഹാസങ്ങൾക്ക് ഇരയാകുന്നുണ്ട്, ഒരുപാട് കളിയാക്കലുകൾ കേൾക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് വൈഭവ് സൂര്യവംശി സെഞ്ചുറി അടിച്ച് നിൽക്കുന്ന സമയത്ത് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത സമയത്ത് സഞ്ജു സെലിബ്രേറ്റ് ചെയ്യായിരുന്നില്ല എന്ന തരത്തിൽ പലരും ട്രോളാൻ വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്ത് തോന്നുന്നു ആ ഒരു ഇൻസിഡന്റ്? സഞ്ജുവിനെ അറിയാത്തവർ മാത്രം പിന്നെ പറയുന്നൊരു വിമർശനം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, പരിഹസിക്കുകയാണ്. സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് സ്ലോട്ട് പോയിട്ടുണ്ട്, സഞ്ജു അതിന് ടെൻഷനാണെന്നൊക്കെ പറയാൻ ട്രോളുകൾ വന്നത്. സഞ്ജു എന്ന ക്രിക്കറ്ററെ അല്ലെങ്കിൽ സഞ്ജു എന്ന നായകനെ അറിയാത്തവർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. നമുക്ക് IPL കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, കാണുന്നവർക്കറിയാം. IPL മാത്രമല്ല
ദേശീയ ടീമിലായാലും സഞ്ജുവിൻ്റെ പ്രകടനം കാണുന്നവർക്ക് എല്ലാവർക്കും തൻ്റെ ഓപ്പോണൻറ്റ് നിൽക്കുന്ന പിന്നെ നോൺ സ്ട്രൈക്കിൽ നിൽക്കുന്ന താരത്തെ പോലും പരിഗണിക്കുന്ന ഒരു ബാറ്ററാണ് സഞ്ജു സാംസൺ. ഒരു നായകനെന്ന് രാജസ്ഥാൻ്റെ കീഴിൽ നമുക്ക് ജയ്സ്വാളിൻ്റെ ഇൻസിഡൻ്റ് ഉണ്ട്, പിന്നെ പല ഇൻസിഡൻ്റ് അങ്ങനെ വന്നിട്ടുണ്ട്. സഞ്ജു ഒരു വ്യക്തിപരമായ പ്രകടനത്തിൽ നോക്കി കളിക്കുന്ന താരമല്ല. ഈ സീസണിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ട് സഞ്ജുവിൻ്റെ ഇന്നും സഹ താരങ്ങളെയും ടീമിനെയും വേണ്ടി നോക്കി മാത്രം നിൽക്കുന്ന ഒരു താരമാണ്. അപ്പം വൈഭവ് സൂര്യവംശി എന്നൊരു താരം പിന്നെ ഈ രാജസ്ഥാൻ സ്ക്വാഡിലേക്ക് വരാനും കളിക്കാനും ഒരു ഘടകം സഞ്ജു തന്നെയാണെന്നതിൽ നായകനാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ദ്രാവിഡിൻ്റെ കോളാണ് ആണെന്ന് പറയുമ്പോഴും അത് സഞ്ജുവിൻ്റെ റോള് ഉണ്ട്. സഞ്ജുവിന് വേണമെങ്കിൽ വാശി പിടിക്കാമെന്നുള്ളത് ഇല്ല, അങ്ങനെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അത് ആ ഒരു പേരിൽ കളിച്ചിട്ട് സെഞ്ചുറി അടിക്കുമ്പോൾ അതിൻ്റെ പേരിൽ തൻ്റെ സ്ലോട്ട് പോകുമോ, താൻ ഓപ്പണിംഗ് സ്ലോട്ട് പോകുമോ എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നു, കൈയടിക്കാതിരിക്കുന്നു, അഭിനന്ദിക്കാതിരിക്കുന്നു ഒക്കെ പറയുന്നതിൽ അതിൽ യാതൊരു അർത്ഥമുണ്ട് തോന്നില്ല. അല്ല, ഇപ്പം സഞ്ജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ വളരെയധികം കഷ്ടപ്പെട്ട് സഞ്ജു ഒരു മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വിയർപ്പ് തുന്നിയിട്ട് തീർച്ചയായും കുപ്പായം എന്ന് പറഞ്ഞിട്ട്. അത് അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാറ്ററാണ് സഞ്ജു. അതായത് സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജുവിനെ അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ ഇതുവരെയുള്ള ചരിത്രങ്ങളൊക്കെ അറിയുന്ന ആളുകൾ ഒരിക്കലും സഞ്ജു ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത, ഇതൊരു 14കാരനോട് പോലും ജലസി തോന്നുന്ന ഒരാളാണ് എന്നുള്ളത് ഒരിക്കലും അങ്ങനെ അല്ല എന്നുള്ളത് തന്നെയാണ്. അല്ല, അങ്ങനെയൊക്കെ വിമർശിക്കുമ്പോൾ അതൊരു വളരെ മോശമായിട്ട് ഉള്ള ഒരു കാര്യമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ എന്തായിരുന്നു 2023 ജയ്സ്വാളിന്റെ ഒരു ഇൻസിഡന്റ്? അതെ, നമുക്കറിയാം, ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ജയ്സ്വാൾ അന്ന് പിന്നെ 94 റൺസിൽ നിൽക്കുകയാണ്. സഞ്ജു നോൺ സ്ട്രൈക്ക് എൻഡിൽ 48 റൺസായി നിൽക്കുകയാണ്. ജയിക്കാൻ വേണ്ടത് പിന്നെ 3 റണ്ണായിട്ടാണ് വേണ്ടത്. ആ സമയത്ത് പിന്നെ എതിർ ടീമിൻ്റെ ആരംഭം വൈഡ് എറിയാണ്. സുയാഷ് വൈഡ് എറിഞ്ഞിട്ട് അത് വൈഡ് പോയി 4 പോകുന്നൊരു ബോളാണ്. വൈഡ് കീപ്പറിനും പിന്നെ വൈഡായിട്ട് പോകുന്ന ബോൾ 4 പോയേക്കാം. അങ്ങനെ വന്നാൽ കളി അവിടെ തീരും. ഇവിടെ 94 നിൽക്കുന്നു, ഇവിടെ 48 നിൽക്കുന്നു. സഞ്ജുവിന് വേണമെങ്കിൽ ആ ബോൾ കളിച്ചിട്ട് ഒരു 50 അടിക്കാനുള്ള സാഹചര്യം അവിടെ അപ്പോഴും ഉണ്ട്. പക്ഷേ സഞ്ജു അത് കാലുകൊണ്ട് തടുത്തിടുമായിരുന്നു. അത് എല്ലാവർക്കും ഓർമ്മയുണ്ട്. സഞ്ജു കാലുകൊണ്ട് തടുത്തിട്ട് താഴോട്ട് നോക്കിച്ചിരിക്കുന്നത്, നോൺ സ്ട്രൈക്ക് നോക്കിച്ചിരിക്കുന്നത്. അത് ആ 48 തൻ്റെ 50 അല്ല, 94 താരത്തിന് ജയ്സ്വാളാണ് നമുക്കറിയാം. 6 അടിച്ച് സെഞ്ചുറി അടിക്കാൻ തേക്കുന്ന ഒരു താരമാണെന്നറിയാം. സെഞ്ചുറി അടിക്കാൻ പവർ ഹിറ്റിങ്ങിൻ്റെ താരമാണെന്ന് നമുക്കറിയാം. അപ്പം ഒരു സെഞ്ചുറി അടിക്കാൻ വേണ്ടി 6 ഒരു അവസരം കിട്ടട്ടെ എന്ന് കരുതി നോക്കിയിരിക്കുകയാണ്. ജയ്സ്വാളിനെ കൊടുക്കുകയാണ്, സ്ട്രൈക്കറിലേക്ക് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ പലപ്പോഴും ധോണിയൊക്കെ കണ്ടിട്ടുണ്ട്, ക്വാളിറ്റി കണ്ടിട്ടുണ്ട്. പലപ്പോഴും 2014 വിരാട് കോഹ്ലിക്ക് വേണ്ടി തീർച്ചയായും നമ്മളത് പലപ്പോഴും പല ക്രിക്കറ്റ് ലെജൻസിൻ്റെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ലെവലിലായിരുന്നു അന്ന്. പിന്നെ അന്ന് ധോണിയുടെയും പിന്നെ ഈ ധോണിയുടെ ആ ഒരു ഇൻസിഡൻറ്റും സഞ്ജുവിൻ്റെയും വെച്ചിട്ട് പല വീഡിയോകളും റീലുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ 2 താരങ്ങളെ കമ്പയർ ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു താരമാണ് അന്ന്. പിന്നെ ജയ്സ്വാൾ സ്ട്രൈക്ക് എൻഡിലേക്ക് വന്നിട്ട് അടുത്ത ഓവറിൽ സെഞ്ചുറി തേക്കാൻ പറ്റിയില്ല, ഒരു ബൗണ്ടറിയാണ് ഇടുന്നതിൽ മറ്റൊരു കാര്യം. പക്ഷേ അങ്ങനെ സ്വന്തം താരത്തിന് വേണ്ടിയിട്ട് ഒരു അർദ്ധ സെഞ്ചുറി അവിടെ നിൽക്കുമ്പം 6 റൺസിൻ്റെ ഡിഫറൻസ് ഉള്ളത്, 2 റൺസ് അർദ്ധ സെഞ്ചുറിയാണ്, മറ്റേ സെഞ്ചുറിയാണ്. എങ്കിലും ആ ഡിഫറൻസ് നിൽക്കുമ്പം ടീമിൻ്റെ വിജയത്തിലേക്കുള്ളത് ആ വൈഡ് ബൗണ്ടറി തടഞ്ഞിട്ടിട്ട് ഒരു 6 അടിക്കാൻ അവസരം കൊടുത്ത താരത്തെയാണ് ഇന്നൊരു 14കാരൻ്റെ ഒരു അത്ഭുത പ്രകടനത്തിനെ സഞ്ജു പിന്നെ ജലസിയോടെ നോക്കി കാണുന്നതെന്ന് പറയുന്നത്. ആ 2 ഇൻസിഡൻറ്റ് ഓർമ്മയുള്ളവർക്ക് മാത്രം ഓർമ്മയുണ്ടല്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സഞ്ജു ഈ ഒരു വിജയം കണ്ട സമയത്ത് ഒരു പക്ഷേ മുമ്പുള്ള 3 മത്സരങ്ങളെ കുറിച്ചിട്ടായിരിക്കാം ചിന്തിച്ചിട്ടുണ്ടാവുക എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ട. കാരണം ആ 3 മത്സരങ്ങളും കൂടി വിജയിച്ചു കഴിഞ്ഞാൽ അല്ല, ഇത് തന്നെയാണ്. ഇങ്ങനെ ഒരു ടീം ഇത്രയും ശക്തമായിട്ട് പോയിന്റ് പട്ടികയിലൊക്കെ മുന്നിലുള്ള ഒരു ടീമിനെതിരെ 209 പോലത്തെ ഒരു റൺസ് ചേസ് ചെയ്തിട്ട് വിജയിക്കുകയും ആ വിജയിച്ച സമയത്ത് സഞ്ജു ഒരു പക്ഷേ ഒരു ക്യാപ്റ്റൻ, ഒരു ടീമിന്റെ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ആലോചിച്ചിട്ടുണ്ടാവുക. കഴിഞ്ഞു പോയ 3 മത്സരങ്ങളെ സമയത്ത് വൈഭവിനെ പുറത്തു കെട്ടി അഭിനന്ദിക്കുന്ന സഞ്ജു നമുക്ക് കാണുന്നുണ്ട്, വീഡിയോയിൽ കാണുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് എല്ലാവരും കൈയടിക്കുമ്പോൾ സഞ്ജു കൈയടിച്ചില്ലെന്നാണ്. സഞ്ജു എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്നില്ല, കൈയടിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത്. സഞ്ജുവും എല്ലാവരും കൈയടിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, കൈയടിക്കുന്ന ആളാണ്. ഇഞ്ചുറി എന്നുള്ള കാരണം അതുകൊണ്ടായിരിക്കാം. അതെ, അദ്ദേഹത്തിന് ആരും ഇതിപ്പം പരിക്കുപറ്റിയിട്ടാണല്ലോ പുറത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ആരും ബാംഗ്ലൂരിലേക്ക് മത്സരത്തിന് പോയിട്ടുണ്ടായില്ല. അങ്ങനെ ആരോഗ്യപരമായ കാര്യങ്ങൾ നിൽക്കുന്ന താരമാണ്. അതുകൊണ്ട് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. എന്താണ് അദ്ദേഹം കടന്നു വന്ന അവസ്ഥ അറിയില്ല. പക്ഷേ ആ ഒരു എല്ലാവരും കൈയടിക്കുന്ന ഒരു ക്ലാപ്പ് ചെയ്തൊരു വീഡിയോയിൽ ഒരു ചിത്രത്തിൽ ഇദ്ദേഹം കൈയടിക്കുന്നില്ല എന്നുള്ള ഒറ്റ സാധനം വെച്ചിട്ടാണ് ഇവരൊക്കെ വിമർശിക്കുന്നത്. അതെ, അത്തരം വിമർശനങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ അതെ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതാണ്. കാരണം ഒരു 14 വയസ്സായ ഒരു പയ്യൻ ഇങ്ങനെ അടിക്കുന്നത് കണ്ടിട്ട്, ബാറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അസൂയ തോന്നുന്ന അത്രയും ഒരു അങ്ങനത്തെ ഒരു വ്യക്തിയല്ല സഞ്ജു എന്നുള്ളത് സഞ്ജുവിനെ അറിയുന്ന ആളുകളും സഞ്ജു ഇതുവരെയുള്ള സഞ്ജു കളിക്കളത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റവും ആ ഒരു എല്ലാം കൊണ്ടും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് തീർച്ചയായും. അപ്പോൾ ഇത്തരം ആളുകൾക്ക് എന്തെങ്കിലും കിട്ടുക, അതിൻ്റെ പിന്നിലുള്ള മറ്റുള്ള കാരണങ്ങൾ എന്താണെന്ന് പോലും അന്വേഷിക്കാതെ, എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങൾ പോലും ചിന്തിക്കാതെ ഈ ഒരു രീതിയിലേക്ക് ട്രോളുകളൊക്കെ പടച്ചുവിടുക, അവർ വിമർശിക്കുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. അവർക്ക് പരിഹസിക്കുക എന്നുള്ളത് ഇതല്ലേ ഇന്നല്ല ഈ കാരണം അല്ലെങ്കിൽ വേറൊരു കാരണം പ്രകടനത്തിന് അത്രയും വരെ പുകഴ്ത്തുമ്പോൾ അത് ആഘോഷിക്കുന്ന സമയത്താണ് അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതൊരിക്കലും അത്ര നല്ലതല്ല. അത് വളരെ
മോശം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും മുംബൈനെ സംബന്ധിച്ച് മുംബൈ ഇപ്പോൾ ഒരു ശക്തമായ ഒരു ടീമായിട്ട് മാറിയിട്ടുണ്ട് ഈ സീസണിൽ. തുടക്കത്തിലെ ഒരു പരാജയങ്ങൾക്കൊക്കെ ശേഷം ഇപ്പോൾ ആദ്യ മത്സരത്തിൽ അവരുടെ റെഗുലർ ക്യാപ്റ്റൻ കളിക്കുന്നില്ല, അത് കഴിഞ്ഞ് 2 മത്സരങ്ങൾ പരാജയപ്പെടുന്നുണ്ട്. പക്ഷെ പിന്നീട് ഒരു തുടർച്ചയായ ഒരു വിജയം മുംബൈ, അതെ നമ്മൾ അതെ മോശം ഫോമിൽ തുടങ്ങുന്ന ഒരു മുംബൈനെ എല്ലാ കാലത്തും എതിർ ടീമുകൾ ഭയക്കണം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ മുംബൈനെ സംബന്ധിച്ച് രാജസ്ഥാനെയും കൂടി പരാജയപ്പെടുത്തുക, എന്നിട്ട് കുതിപ്പ് തുടരുക എന്നതായിരിക്കും മുംബൈ ലക്ഷ്യമിടുന്നത്. അതിൽ ഏറ്റവും വലിയ ഈ മുംബൈക്ക് നേരിടേണ്ടത് ഏറ്റവും വലിയ വെല്ലുവിളി ഞാൻ കരുതുന്നത് ഈ ജയ്സ്വാളും വൈഭവും തന്നെയായിരിക്കും. ഈ 2 ഓപ്പണർമാർ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, പിന്നെ നിതീഷ് റാണയാലും റിയാൻ പരാഗ് ആയാലും അങ്ങനെ ഒരു സ്ഥിരതയാർന്ന പ്രകടനം ഇതിനെ പുറത്തെടുത്തിട്ടില്ല. അതിനുശേഷം വന്ന ജുറലിന്റെ പരാഗിന്റെ കേസും അങ്ങനെയാണ്. പക്ഷേ അതിനുശേഷം വരുന്ന ഹെഡ്മേറിനെയോ ജുറലിനെയോ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ വൈഭവിന്റെയും പിന്നെ ജയ്സ്വാളിന്റെയും പ്രകടനമാണ് നിർണായകമാവുന്നത്. അതിൽ വൈഭവിനെ നാളെ എല്ലാവരും നോക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭുവനേശ്വറിനെ പിന്നെ ഒരു 6 അടിച്ചിട്ട് 2 ഔട്ട് ആവുന്നതും ഈ സിറാജിനെയും നമ്മുടെ ഇഷാന്ത് ശർമ്മയും റാഷിദ് ഖാനെയും ഈ ലോകോത്തര താരങ്ങളെല്ലാം എടുത്തിട്ട് അടിക്കുകയും ചെയ്ത് തരും. നാളെ വരുന്നത് ആദ്യം ബോൾട്ടിനോടും ചാഹറിനോടും, ദീപ് ചാഹറായിരിക്കുമല്ലോ പിന്നെ ആദ്യ സ്പെല്ലിൽ വരുന്നത്, അവരെയാണ് പിന്നെ നേരിടേണ്ടത്. അത് കഴിഞ്ഞ ശേഷം ബൂമ്ര വരുന്നു, ഹാർദിക് പാണ്ഡ്യ വരുന്നു, വിഘ്നേഷ് പുത്തൂറാണെങ്കിൽ അദ്ദേഹം വരുന്നു, അല്ലെങ്കിൽ വിൽജാക്സ് ആണെങ്കിൽ അതെ, സാഗറാണെങ്കിൽ അതെ. ഇതും ലോകോത്തര ബോളിംഗ് നിരയാണ്. പക്ഷേ ഈ ലോകോത്തര ക്ലാസ് നില പറയുമ്പം പിന്നെ ഇന്നലെ ഒരു രസകരമായ കമൻറ്റ് ഉണ്ടെങ്കിൽ ഇതിപ്പം നിശാന്താണ് അല്ലെങ്കിൽ പ്രസിദ്ധ കൃഷിയാണെന്ന് നോക്കാൻ പേടിക്കാനുള്ളൊരു പ്രായമായിട്ടില്ലല്ലോ. ആരെ താരത്തെ നോക്കി പേടിക്കേണ്ട ഒരു പ്രായം വേണമല്ലോ, അത് കൂടുതലായിട്ടില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു താരം ബൂമ്രയുടെ മുമ്പിൽ വരുമ്പം ശരിക്കും കരുതേണ്ടത് ബൂമ്രയാണോ എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, തീർച്ചയായും അങ്ങനൊരു സൂര്യവംശി ഇതേ ഒരു ബാറ്റിംഗ് പ്രകടനം മുംബൈ ബോളർമാർക്കെതിരെയും കൂടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ ഫ്ലോപ്പ് ആയാൽ കൂടി അദ്ദേഹം വിമർശിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന ഇതാണ്, ഇപ്പൊ പറഞ്ഞ നാളെ ഒരു വലിയ സ്കോർ നേടാൻ പറ്റിയില്ലെങ്കിൽ ഒരു ചെറിയൊരു വണ്ടർ നടത്തി എന്നുള്ള രീതിയിൽ അടുത്ത വിമർശനങ്ങൾ വന്നേക്കാം. അന്ന് നടന്നത് സംഭവിച്ചു. അത് കഴിഞ്ഞ ദിവസം ഈ ഒരു കമന്റുകൾ കാണുന്നുണ്ട്, വൺ ടൈം വണ്ടർ രീതിയിലുള്ള കമന്റുകൾ. അതിനൊന്നും ആവശ്യമില്ല, താരം കഴിവ് തെളിയിച്ചാണ്. പിന്നെ അല്ല, ഒന്ന് ആലോചിച്ചാൽ പോരെ, 14 വയസ്സുള്ള ഒരു ആള് ഈ IPL പോലെ ഒരു ക്രിക്കറ്റിന്റെ ഒരു ഏറ്റവും ഒരു ടോപ്പ് ഇതിനകത്ത് നിൽക്കുന്നത്. അത് മാത്രമല്ല ആ ഒരു പൊസിഷനിലേക്ക് എത്തിയത് തന്നെ കഴിവുകൊണ്ട് തന്നെ ആവും. കാരണം അത്ര നമ്മളെ പറഞ്ഞാൽ സഞ്ജുവിനെ പറഞ്ഞാൽ തന്നെ കഷ്ടപ്പെട്ട് വന്നതാണ്. അദ്ദേഹത്തിന്റെ കഥയൊക്കെ ഇന്നലെ പിന്നെ മാധ്യമങ്ങളിലൊക്കെ ദേശീയ മാധ്യമങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ക്രിക്കറ്റ് പരിശീലനത്തിന് വേണ്ടിയിട്ട് അച്ഛൻ പിച്ച് ഉണ്ടാക്കി കൊടുത്തതും ഗില്ലിന്റെ ഒരു കഥ വായിച്ചിട്ടാണ്. ഗില്ലിന്റെ അച്ഛൻ ഗില്ലിനെ വളർത്തിക്കൊണ്ടുവന്ന ഒരു രീതി കണ്ടും അത് രീതിയിലാണ് ഇദ്ദേഹം പിന്നെ വൈഭവിൻ്റെ അച്ഛനും പിന്നെ കൊണ്ടുവന്നത്. അവസാനം ഗില്ലിൻ്റെ ടീമിനെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടുന്നൊക്കെ പറഞ്ഞിട്ട് കഥയാണ്. കഷ്ടപ്പെട്ട് അധ്വാനിച്ചു വന്ന താരമാണ്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. തീർച്ചയായും ഒരു ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയിൽ നമുക്ക് തീർച്ചയായും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പേര് തന്നെയായിട്ട് വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു പേര് മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ രാജസ്ഥാൻ മുംബൈക്കെതിരെയുള്ള ഇനി മത്സരത്തിൽ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രാജസ്ഥാൻ്റെ ഒരു ടോപ്പ് ഓർഡറും മുംബൈയുടെ ഒരു പേസ് അല്ലെങ്കിൽ ഒരു ബോളിംഗ് നിരയും തമ്മിലുള്ള ഒരു മത്സരം തീർച്ചയായും നമ്മൾ കാണേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് പലരും കഴിഞ്ഞ ദിവസം ഈ രാജസ്ഥാൻ്റെ കളിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ബാറ്റിംഗ് കാണാത്ത ആളുകൾ, ഓൾറെഡി ഗുജറാത്ത് 209 റൺസ് നേടിയില്ലേ എന്നൊക്കെ കരുതിയിട്ട് രാജസ്ഥാന്റെ ബാറ്റിംഗ് മിസ്സാക്കിയ ആളുകളുണ്ടാവും. എന്തായാലും അവരെല്ലാവരും ഈ കളി കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും, നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇനിയും ആവേശകരമായൊരു മത്സരം, ഒരു ബാറ്റിംഗ് പ്രകടനമാണെങ്കിലും ബോളിംഗ് പ്രകടനമാണെങ്കിലും നമുക്ക് ഈ മത്സരത്തിലും കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.